ഹായ് ഫ്രണ്ട്സ്, ഇക്ബാലാണ്. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ എവിടെയുള്ളതെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന സ്ഥലത്താണുള്ളത്. ഞാനിന്നൊരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ പാണക്കാട് നമ്മളെ തൂക്കുപാലം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ ചെറിയൊരു തടയണുണ്ട്, അതൊക്കെയാണ് അതിൻ്റെ കാഴ്ചയൊക്കെയാണ് കാണുന്നത്. നല്ല രാവിലെ തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ നെടുങ്കയത്തേക്കാണ്. നമ്മളെ നിലമ്പൂരിന് കുറച്ചൊരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള നെടുങ്കയത്തേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നെടുങ്കയത്ത് എത്തിയിട്ടുള്ള അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടുന്ന് കാണാം. നേരെ ഉണ്ടെങ്കിൽ നമുക്ക് കനോലി പ്ലോട്ട് അവിടെയൊക്കെ പോവാം. നിലമ്പൂർ വേറെയും നല്ല നല്ല പ്ലേസുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ പാണക്കാടുള്ള ആ ഒരു തൂക്കുപാലമാണത്. കുറേ പഴക്കമുള്ള നല്ലൊരു തൂക്കുപാലം, നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു വൈബാണ് ഇവിടെ നമുക്ക് മോർണിംഗിൽ തന്നെ കിട്ടുന്നത്. നമ്മുടെ കടലുണ്ടി പുഴയിലുള്ള ഒരു തടയണാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ സോളോ ആണ്. നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. തൂക്കുപാലം ഇങ്ങനെ ആടും കിടക്കുക നടക്കുമ്പോൾ. ഇങ്ങനത്തെ ഒരു തൂക്കുപാലം നമ്മളെ കനോലി പ്ലോട്ടിലുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. കാരണം പ്രളയം കൊറോണയൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുമെന്നറിയില്ല. അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോയെന്ന് അതും അറിയില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കാണ്. കടലുണ്ടി പുഴയുടെ ഒരു ദൃശ്യമാണത്. നല്ലൊരു കാഴ്ച അല്ല. നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ ഇവിടെ. വെള്ളം മുകൾ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ഒന്നും കാണുന്നില്ല. നമ്മുടെ തൂക്കുപാലാണത്. നല്ലൊരു കാഴ്ച അല്ലേ. രാവിലെയുള്ള ഈ ഒരു യാത്ര അത് നമുക്ക് നല്ല മനസ്സിനൊക്കെ നല്ലൊരു കൂളിങ്ങും നല്ലൊരു ഇതൊക്കെ തരുന്നൊരു എന്താ പറയുക ഒരു സംഭവമാണ് അതിരാവിലെയുള്ള ഒരു യാത്ര എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അന്ന് എനിക്ക് ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെറിയൊരു റൈഡൊക്കെ നടത്തി വരാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചയൊക്കെ നെടുങ്കയം എത്തിയിട്ട് കാണട്ടാം. പിന്നെ നിലമ്പൂർ ഒരുപാട് പ്ലേസുകളുണ്ട് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഓക്കെ, പോവല്ലേ. നഞ്ഞി നമുക്കിങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കട്ടോ.
നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ കനോലി പ്ലോട്ടിൻ്റെ സൈഡിലാണുള്ളത്. നമ്മൾ ആ ചെറിയൊരു നടപ്പാതാണ് കാണുന്നത്. നല്ല രസമുള്ള നടപ്പാത. കനോലി പ്ലോട്ടിൻ്റെ നിലമ്പൂരിൻ്റെ പ്രത്യേകത അറിയില്ല. നമ്മൾ നിലമ്പൂരിനെ വെൽക്കം ചെയ്യുന്നത് തന്നെ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള മരങ്ങളാണ്. ഒരു ഭാഗത്ത് കാട്ടുമരങ്ങളും മറുഭാഗത്ത് മനുഷ്യരെ വെച്ച് പിടിപ്പിച്ച തേക്ക് മരങ്ങളാണ് കാണുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. കനോലി പ്ലോട്ട് ഓപ്പൺ ആയിക്കണം, നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളിൽ കയറുന്നില്ല, തിരിച്ചു വരുമ്പോൾ നമ്മൾ കയറുള്ളൂ. ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട്, പക്ഷേ ഇപ്പോൾ സഞ്ചാരികൾ കുറവായതുകൊണ്ട് കുറേ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് കാലമായിട്ട് അടച്ചിരിക്കുക. ഓപ്പൺ ആയിക്കണം അറിയില്ല കേട്ടോ. ഒന്നും ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് എന്താ അവസ്ഥ എന്നറിയാലോ. നിലമ്പൂരിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തേക്കാണ് മെയിൻ. നിലമ്പൂർ പറഞ്ഞാൽ മുളകളുടെ നാട് എന്നാണ് അതിനർത്ഥം. പിന്നെ എങ്ങനെ തേക്കിൻ്റെ നാടെന്ന് പേര് കിട്ടിയതെന്ന് ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ കനോലി പ്ലോട്ടിലേക്ക് കയറാൻ കഴിയണമെങ്കിൽ അവിടുന്ന് പറഞ്ഞു തരും എൻ്റെ അവസ്ഥ. ഗൂഡല്ലൂർ നിലമ്പൂർ റോഡാണ്. സഞ്ചാരികളായിട്ടുള്ള ആളുകളുടെ വാഹനമാണ് ധാരാളം പോകുന്നത്. ഭയങ്കര തിരക്കാണ് റോഡ്. ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ. യാത്രക്കാരും സഞ്ചാരികൾ കുറവാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള തോന്നുന്നുണ്ട്. എന്തായാലും ടിക്കറ്റ് നിരക്കൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നിലമ്പൂർ കനോലി പ്ലോട്ടിലുള്ളത്. ഇവിടെ സാധാരണ രീതിയിലുള്ള എൻട്രൻസ് ഇപ്പോൾ ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ പുതിയ രീതിയിലാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രവേശനമുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇവിടുത്തെ ഒരു ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇവിടുത്തെ പേരെന്താ പറഞ്ഞത്? സിന്ധു. ഇപ്പോൾ എങ്ങനെ ഇവിടുത്തെ ഉള്ളിലേക്ക് എങ്ങനെ പ്രവേശനമുള്ളത്? വെച്ചാൽ ഇവിടെ ജീപ്പ് സവാരിയാണ്. പിന്നെ ഇവിടെ നിന്നാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾക്ക് 220 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ്. 220. അത് ഏത് റൂട്ടിലാണ് പോകല്? ഇവിടുന്ന് നിലമ്പൂർ ചെന്ന് ചന്തക്കുന്ന് വഴി മൈലാടിപ്പാലം വഴി കടന്ന് അങ്ങനെ പോകും. എന്നിട്ട് റിട്ടേൺ പിന്നെ ഇങ്ങോട്ട് തന്നെ ആക്കി തരും. ഇങ്ങോട്ട് നിങ്ങൾ അവിടെ വേറൊരു കൗണ്ടറും കൂടെ ഉണ്ട്. കൗണ്ടറിൻ്റെ അടും വരെ നിങ്ങളെ പിന്നെ ജീപ്പ് സവാരിയാണ്. 2 കിലോമീറ്റർ ജീപ്പ് സവാരിയാണ്. എന്നിട്ട് നിങ്ങളെ അവിടെ നിന്ന് നമ്മൾ കാട്ടിലൂടെ റോഡിൽ ചെന്നിട്ട് നിങ്ങളെ ആ ടിക്കറ്റ് എടുത്ത് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളെ വണ്ടിക്ക് നിങ്ങൾ തിരിച്ചു തന്നെ പോരുന്നു. അതല്ല ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീപ്പ് വരും. ഒരു ജീപ്പിൽ 5 പേരെങ്കിലും മിനിമം വേണം. 5 പേര് വേണം. എന്നിട്ട് ഇവിടുന്ന് ജീപ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാണിച്ചിട്ട് വീണ്ടും ജീപ്പ് വരെ. അപ്പോൾ ഏകദേശം എത്ര മണിക്കൂറിൻ്റെ റൈഡ് ഉണ്ടാവും? ഇവിടെ പോയി വരാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് 2 മണിക്കൂർ ഇത് വരും. പിന്നെ ഇപ്പോൾ നമ്മളൊരു തൂക്കുപാലൊക്കെ അല്ലേ, അതൊക്കെ ഇപ്പോൾ കവർ ചെയ്യാൻ കഴിയും? പാലം പ്രളയത്തിന് ശേഷം ഇങ്ങനെ പൊട്ടി ആകെ ഇനിയിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം അല്ലേ? നിലവിൽ ഇവിടെ എത്രയായിരുന്നു ഉള്ളിലേക്ക് എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നു? 40 രൂപയായിരുന്നു. വാഹനം ഉള്ളിലേക്ക് കുറേ പോകും. അങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 220 രൂപ ചിലവ് വരും. ഇവിടുന്ന് പാസ് എടുത്താൽ പിന്നെ അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ അറിയാനായിരുന്നു. അപ്പോൾ സിന്ധു പറഞ്ഞാൽ നമ്മൾ കനോലി പ്ലോട്ടിലെ ഒരു ഗൈഡാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നിർദ്ദേശം തന്നത്. അപ്പോൾ ഇവിടുന്നാണ് ജീപ്പ് സഫാരി തുടങ്ങുന്നത്. ഇവിടുന്ന് ജീപ്പ് വരും. 220 രൂപയാണ് ഇവിടുന്ന് ചാർജ് ഈടാക്കുന്നത്. ഏകദേശം പിന്നെ ചന്തക്കുന്ന് വഴി, നിലമ്പൂർ ചന്തക്കുന്ന് വഴിയാണ് പോകുന്നത്. 1 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം ഇതിലുള്ളൊരു പ്രവേശനം ക്ലോസ് ആക്കിയിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള തൂക്കുപാലൊക്കെ ഇപ്പോൾ പിന്നെ നമ്മളെ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തൂക്കുപാലൊക്കെ ആകെ ഡാമേജായി. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ഈ രീതിയിലുള്ള ഒരു സഫാരി തുടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ
ഫോറസ്റ്റിൻ്റെ സെൻട്രൽ പിന്നെ ഡിപ്പോ ആണ് ഇവിടെ കാണുന്നത്. ധാരാളം തേക്ക് തടികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കനോലി പ്ലോട്ട് ഇപ്പോൾ സഞ്ചാരികൾ കുറവാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കൊറോണയ്ക്ക് ആയിട്ട് സഞ്ചാരികൾ കുറവാണ്. അപ്പോൾ ഇതിനുള്ളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ നമുക്ക് ആ ഗൈഡ് വിശദീകരിച്ചെന്നല്ലോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വന്നാൽ മതി. ഇപ്പോഴും ഇതിനുള്ളിലേക്ക് പ്രവേശനമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ 5 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിനാണ് അവർ ജീപ്പിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇവിടെ 120 പെർ ഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് 120 എഴുതാൻ കാരണം പിന്നെ നമ്മൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുക്കാനാണ് ജീപ്പിന് 120 ഉള്ളത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഏകദേശം 16 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നാൽ പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുക്കുക. അതിനാണ് 120 ഉള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാനാണ് 220 ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക. സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്കാണെങ്കിൽ ഏകദേശം 16 കിലോമീറ്റർ അപ്പുറം പോയിട്ട് പിന്നെ ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ 120 ആവുള്ളൂ. ഇവിടുന്ന് പോകുമ്പോഴാണ് 220 ചാർജ് ഈടാക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ തേക്ക് മ്യൂസിയം ഓപ്പൺ ആണ് പോയി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിട്ടീഷുകാർ കാലത്ത് ഉണ്ടാക്കിയ ഒരു മനോഹരമായൊരു ഇരുമ്പ് പാലമാണത്. നല്ല രസമുള്ളൊരു പാലമാണ്. കുറേ ഏറെ പഴക്കമുള്ളൊരു പാലം. പിന്നെ 1931 ഉണ്ടാക്കിയതാണ് ഈ പാലം. വെള്ളം കുറവാണ്. നെടുങ്കയത്തെ കരിമ്പുഴ. അപ്പോൾ വരുന്നവരിതിൽ ഇറങ്ങാതിരിക്കുക. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ. ആളുകളൊക്കെ ഇങ്ങനെ റിലാക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നല്ല പ്യുവർ തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് ഒരു ബ്രിഡ്ജാണ്. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച, ഡോസൺ സാഹിബ് പണി കഴിപ്പിച്ച ഒരു ബ്രിഡ്ജ്. നല്ലൊരു കാഴ്ച, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഇപ്പോൾ നേരെ ഏകദേശം ഒരു 10 മണിയായി. വെയിൽ ഏകദേശം ചൂടായി. നമുക്കിനി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല കാഴ്ചകൾ, നല്ല തണലും കാര്യങ്ങളും. ഡോസൺ സാഹിബിൻ്റെ ശവകുടീരൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നമ്മളങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിലുകളൊക്കെ കൊടുക്കാനുള്ളത് കേട്ടോ. വണ്ടി നമ്പർ, പേര്, കാര്യങ്ങൾ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം, വണ്ടിക്കും വേണം ടിക്കറ്റ്. എന്നിട്ട് വേണം ഉള്ളിലേക്ക് കടക്കേണ്ടത്. പിന്നെ ഇവിടെ ഓരോ മെസ്സേജുകളൊക്കെ എഴുതിയിട്ടുണ്ട്.
വനവും വനസമ്പത്തും സംരക്ഷിക്കുക, വനവും വന്യജീവികളും നമുക്ക് അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പ്ലാസ്റ്റിക് ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അഥവാ കൊണ്ടുവന്നാൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള നെടുങ്കായം റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളിലേക്ക് എത്തിയിട്ട് കാണാം. നല്ല ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇടയ്ക്ക് ആനയൊക്കെ ഉണ്ടാവുന്നുണ്ട്. രാവിലെ സൈക്കിൾ റൈഡേഴ്സൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഉള്ളിലേക്ക് സൈക്കിൾ റൈഡേഴ്സിന് അലൗഡ് അല്ല, കാരണം ഈ ആന ഇറങ്ങിയിട്ട് അത്ര ഡേഞ്ചറുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് അവരൊക്കെ അടുത്ത് വിടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉള്ളിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നല്ല കിടുക്കാച്ചി കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.